ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമിൽ വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ബോർഡുകൾ എവിടെ കൊടുക്കണം, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ അകത്ത് സ്വിച്ച് ബോർഡുകൾ, ലൈറ്റുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്, മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. ഇതിൻ്റെ വാതിൽ നമുക്ക് എൻട്രൻസ് വരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു 8 മോഡുകളുടെ ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 130 സെൻറ്റിമീറ്റർ ഫ്ലോറിൽ നിന്നും ഫിനിഷിംഗ് ലെവൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടൈലിട്ടതിന് ശേഷം അതിനുശേഷം വരാവുന്ന 130 സെൻറ്റിമീറ്ററാണ് ഈ ബോക്സിൻ്റെ അടിവശം വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബാത്റൂം തൊട്ടടുത്തായതുകൊണ്ട് തൊട്ടപ്പുറത്ത് നമുക്ക് കബോർഡ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഫുഡ് ലാമ്പ് താഴെ, അതായത് ഫുഡ് ലാമ്പ് എന്ന് പറയുന്നത് ഡിം ലൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. രാത്രി നമുക്ക് അത്യാവശ്യമായി തെളിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നു. 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് 20 സെൻറ്റിമീറ്റർ കിട്ടണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൽ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങൾ, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, എക്സ്ട്രാ പ്ലഗ് നമുക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഒരു 6 മോഡുകളുടെ പ്ലഗ്, 6 മോഡുകളുടെ മെറ്റൽ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റീലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് 2 പ്ലഗും 2 സ്വിച്ചുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിനും ലാപ്ടോപ്പ് വയ്ക്കുന്നതിനും അത്യാവശ്യ കാര്യങ്ങളും പിന്നെ മൊബൈൽ ചാർജിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ബെഡ് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പുറത്തെ സൈഡ് ബാത്റൂമിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് 2 സൈഡ് ടേബിൾ വരാവുന്ന രീതിയിലുള്ള ബെഡിൻ്റെ പൊസിഷൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൺ സൈഡാണ് ഇവിടെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. 8 മോഡുകളുടെയും ഒരു 4 മോഡുകളുടെ ബോക്സ് രണ്ടും തമ്മിൽ അടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. 90 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിലിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ, കാരണം 2 സൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കട്ടിലിൻ്റെ മുകളിൽ വയ്ക്കുന്ന രീതിയിൽ 90 സെൻറ്റിമീറ്റർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ, ഈ രീതിയിലൊന്ന് തേച്ച് ജസ്റ്റ് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ രീതിയിലൊന്ന് തേച്ച് പ്ലാസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. സ്വിച്ച് ബോർഡ് വന്ന് അടഞ്ഞു പോകും എന്നുള്ള പ്രതീക്ഷ ഒരിക്കലും വേണ്ട. കാരണം സ്വിച്ച് ബോർഡുകളെല്ലാം വരുന്നത് കറക്റ്റ് ബോക്സ് ആയതുകൊണ്ട് അത് വൃത്തികേടായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തേക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് തേച്ച്, സ്ക്വയറിലാണെങ്കിൽ സ്ക്വയറിൽ കറക്റ്റ് തേപ്പിച്ച് ബോക്സിൻ്റെ സ്ക്വയറിൽ തേപ്പിച്ചിടുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന മുകളിൽ സീലിംഗ് മാക്സിമം ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ വാർക്കയുടെ ഉള്ളിൽ വരാവുന്ന സീലിംഗ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മെയിനായിട്ട് ഒരു 4 ബോക്സ് വെച്ചിട്ട് ഒരു ജംഗ്ഷൻ വെച്ചിട്ട് അവിടെ ഒരു ലൈറ്റ് കൊടുക്കുക. അവിടെയാണ് നമ്മൾ ട്യൂബ് സെറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മളിവിടെ റൂമിൽ തന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ കൂടി കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം AC കൂടാതെ ഒരു എക്സോസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കൂളിംഗ് എപ്പോഴും വീടിൻ്റെ റൂമിൻ്റെ അകത്തും, അതുപോലെ തന്നെ ഒരു ഒരു വായു നമുക്ക് എപ്പോഴും ഒരു എയർ സർക്കുലേഷൻ കൂടി ഉണ്ടാവും. ഇത് നമ്മുടെ ബാത്റൂമിലേക്ക് കിടക്കുന്ന എൻട്രൻസ് സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ ഏരിയയിലാണ് നമ്മുടെ കബോർഡ് വരുന്നത്. ഈ ഏരിയയിലാണ് നമ്മുടെ കബോർഡ് സിസ്റ്റം വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ബാത്റൂം ഇവിടെ ചെയ്തിരിക്കുന്ന രീതി ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ കോർണറിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ടേബിൾ ടോപ്പ് ഉദ്ദേശിക്കുന്നത്. ടേബിളിൽ വെച്ചിട്ടാണ് വാഷ് ബേസിൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിലായിട്ടാണ് നമ്മൾ കയറി വരുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മൾ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും തെറിക്കാത്ത രീതിയിലുള്ള, അപകടങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള സ്വിച്ച് ബോർഡ് ആ ഏരിയയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്കൊരു സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ക്ലോസറ്റ് ചെയ്തിരിക്കുന്നത് ഭിത്തി സെപ്പറേറ്റ് കെട്ടിത്തിരിക്കുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം കാര്യങ്ങൾ, ഒരു ചെറിയൊരു ബാത്റൂം അറ്റാച്ച്ഡ് റൂം എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.